ഹായ് ഹലോ, എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ ആശംസകൾ അറിയിക്കുന്നു കേട്ടോ ആദ്യമേ തന്നെ. അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. എല്ലാവരും രാവിലെ തന്നെ പള്ളിയിൽ പോകുന്ന തിരക്കൊക്കെ ആയിരിക്കും അല്ലേ. ഞങ്ങൾക്കിന്ന് 6 മണിക്കായിരുന്നു കേട്ടോ ആരാധന. ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ നാളായിട്ട് 6 മണിക്കാണ് ആരാധന. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാസ്യ ആഴ്ച വരുന്ന സമയത്ത് തന്നെ പള്ളിയിൽ പോകാൻ ഭയങ്കര ഉത്സാഹമാണ്. അതെന്തെന്നറിയില്ല കേട്ടോ, ഭയങ്കര ക്രിസ്മസിനേക്കാളും ഒരു മനസ്സിനകത്തൊരു സന്തോഷം തരുന്നൊരു സമയം ഹാസ്യ ആഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പള്ളിയിലോട്ട് പോവാണ്. പള്ളിയിൽ ചെന്ന ഉടൻ തന്നെ അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം പോകണമെന്ന് നല്ലപോലെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മച്ചിയൊക്കെ കാണാൻ വേണ്ടി പോയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടല്ലോ കേട്ടോ. ഇത് ആ ഹാസ്യ ആഴ്ചയിലെ പുസ്തകമാണ് കേട്ടോ. 13 വർഷങ്ങളായി എൻ്റെ കയ്യിലുള്ള ഒരു പുസ്തകമാണ്. വർഷത്തിലേ എടുക്കുകയുള്ളൂ എങ്കിൽ പോലും 13 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ഭാഗപ്പിഴകളെല്ലാം ആ പുസ്തകത്തിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ചെന്ന ഉടൻ തന്നെ കുരുത്തോലകൾ മുഴുവനായിട്ട് പള്ളിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി. ഒരു കുഞ്ഞു പള്ളിയാണ്, അതുപോലെ തന്നെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പള്ളിയിൽ. അപ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം ഞാനും പള്ളിയിൽ നിന്ന് കൊയറിൽ പാടാനായിട്ട് കയറി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പാടാനൊക്കെ കയറും, ആരും ഇല്ലാത്ത സമയത്തൊക്കെ, അതായത് പാടുന്ന പിള്ളേരൊന്നും ഇല്ലാത്ത സമയത്ത്. അല്ലാതെ ഹാസ്യ ആഴ്ച ചെയ്തുകൊണ്ട് വിശേഷപ്പെട്ട ദിവസങ്ങളൊന്നും ഞാൻ ഇതുവരെയ്ക്കും പള്ളിയിലോട്ട് പാടാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം എന്തായാലും അതിനൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഇന്ന് ആരാധനയിലേക്ക് പങ്കുചേർന്നു കേട്ടോ. എനിക്ക് ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ആരാധന സമയത്ത്, പ്രസംഗ സമയത്തും, മധ്യസ്ഥ പ്രാർത്ഥന സമയത്തും എല്ലാവരും ഇരിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ഫലമായിട്ട് ഞാൻ കാലുവേദന വളരെയധികം കൂടിയിട്ടുണ്ട് കേട്ടോ. കാലുവേദനയും കൂടിയിട്ടുണ്ട്, കാലുനീരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞിറങ്ങിയ സമയത്ത് കട്ടനുണ്ടായിരുന്നു, കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചതിന് ശേഷം ബീഫ് വാങ്ങിക്കാൻ പോയി. തലേദിവസം ഞങ്ങൾക്കാണ് വാങ്ങിയതെങ്കിലും ഇപ്രാവശ്യം വാങ്ങിക്കുന്നത് സുമോദരൻ്റെ വീട്ടിലത്തേക്കാണ് കേട്ടോ. ജ്ഞാനത്തിൻ നിറമാരി ആത്മാവിലേക്കു ജീവിതം സഫലമാകാൻ, ജ്ഞാനത്തിൻ നിറമാരി ആത്മാവിലേകു ജീവിതം സഫലമാകാൻ, ജീവനും മാർഗവും നിന്നിലാണെന്ന് ഓർത്തു ഞാൻ നീങ്ങിടും നിൻ ദിവ്യപാദി ഈശോ നീ വരണേ, എന്നാത്മവിശുദ്ധി നീ നൽകിടണേ. ഓർസ്ലേം നാഥനായിന്ന് ഓശാന പാടുന്നു, കുറവെല്ലാം മറന്നെന്നിൽ നീ എന്നെന്നും വരമായി തെളിഞ്ഞിടണേ. അപ്പോൾ എൻ്റെ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ എന്തായാലും പാട്ട് എപ്പോഴും പാടിയിടുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോഴും പാട്ട് പാടിയിടാമെന്ന് വിചാരിച്ച് ഞാൻ പാടിയതാണ് കേട്ടോ. അപ്പോൾ ഈ പാട്ടും കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ജോലിയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഇഡലിയും ചമ്മന്തിയും മുട്ടയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തേത്. പിന്നെ പെട്ടെന്ന് തന്നെ അടുത്തിൻ്റെ അടുക്കള ജോലി ഒതുക്കാനായിട്ട് ഞാൻ നിന്നു. കാരണം അത്രയ്ക്കും വയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡും എല്ലാം തയ്യാറാക്കിയതിന് ശേഷം അതും കഴിച്ചിട്ടാണ് ഞാൻ കുടുംബശ്രീക്ക് പോയി വന്നിട്ട് ബീനയും സ്നേഹയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബീന വീട്ടിൽ പോയി സ്നേഹ കമ്മിറ്റിക്ക് വന്നതിന് ശേഷം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, കുടുംബശ്രീയുടെ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവൾ അതിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാനും അശ്വിനിയും മാളവും സ്വാതിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ കുറേ നേരം വരെ സംസാരിച്ചിരുന്നു കേട്ടോ. കാരണം ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ തമ്മിലിങ്ങനെ കാണുന്നത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ മാളുവിന് കുറച്ച് ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കൂടെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡ്രസ്സൊക്കെ തയ്ച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെ അശ്വിനിക്ക് ഒരു ഡ്രസ്സ് അവളുടേത് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അവൾക്കും തയ്ക്കാനൊക്കെ അറിയാം, എന്നാലും ഒരു ഭയങ്കര മടിയാണ് വന്ന് തയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ടും അവളെ ഡ്രസ്സ് തന്നെ തയ്പ്പിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം കാലിന് നല്ല വേദന കയറിയിട്ട് ചേട്ടൻ തന്നെ കാലിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ അവിടുത്തെ ആ ഉത്സവം എഴുന്നള്ളത്തുണ്ടല്ലോ, അത് കാണാൻ വേണ്ടി പോകണം നല്ലതായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ പോയില്ല, കാല് വയ്യാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എബി അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി കേട്ടോ. തിരിച്ച് വന്നപ്പോൾ 11:30 മണിയായി. ഇടയ്ക്കൊരു തവണ വന്നു കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. പിന്നെയും പോയി. ഞാനും ചേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാലിന് ഭയങ്കര വേദന ആയതുകൊണ്ട് തന്നെ ഞാൻ എവിടെയും പോയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ബീനി സ്നേഹയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാല് വേദന ആയതുകൊണ്ട്.
അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസത്തെ എല്ലാവരുടെയും ഫോട്ടോസ്. കുറേ ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഗാലറി കിടന്നാണ് കേട്ടോ. ബീനയുടെ, സ്നേഹയുടെ, ആദുവിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഇടാത്തത്. ഇനി അവർ ചോദിക്കും എന്താണ് ഇടാത്തതെന്ന്. പിന്നെ ഇപ്പോൾ ഞാനിത് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കില്ല എന്നും വരും. അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ഫോട്ടോസാണ് കേട്ടോ. ഞങ്ങളുടെ വെളിയിലുള്ള ഗ്രൂപ്പിൽ ഫോട്ടോ ആണ് ഇതൊക്കെ. അവിടുത്തെ ഫോട്ടോ, അതായത് ഒന്ന് പല്ലവി എഴുത്തിനിരുത്തി കേട്ടോ, അതിൻ്റെ ഫോട്ടോസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഓശാന ഞായറാഴ്ചയുള്ള കുറച്ച് വീഡിയോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.